പട്ടാഴി സൗത്ത് കൃഷിഭവൻ്റെ പരിധിയിൽ വരുന്ന ഇളംകുളം ഏലായിൽ 25 ഏക്കറോളം സ്ഥലത്ത് വളരെ മെച്ചപ്പെട്ട രീതിയിൽ നെൽകൃഷി ചെയ്തു വരുന്നു. പഞ്ചായത്തിൻ്റെയും കൃഷിഭവൻ്റെയും പൂർണ്ണമായ എല്ലാ സഹകരണത്തോടും കൂടിയാണ് ഇവർ കൃഷി ചെയ്തു വരുന്നത്. നെൽപ്പാടം കർഷക സംഘത്തിൻ്റെ കൺവീനറും ലീഡ് ഫാർമറുമായ നന്ദകുമാരപിള്ള ചേട്ടൻ്റെ 1.5 ഏക്കർ സ്ഥലത്തെ കൊയ്ത്താണ് ഇന്നത്തെ നമ്മുടെ ഓണക്കാഴ്ച. ഓണം മലയാളികൾക്ക് ആഹ്ലാദത്തിന്റെ ദിനങ്ങളാണ് സമ്മാനിക്കുന്നത്. സ്വർണശോഭയോടെ കതിർക്കുലകൾ നെൽപ്പാടത്ത് കാറ്റിലാടി പരിലസിക്കുന്ന അസുലഭമായ കാഴ്ചകൾ. പ്രകൃതിയുടെ സമൃദ്ധി നിറപ്പൊലിയായി കർഷകന്റെ മനസ്സിൽ നിറയുന്ന കാലം. അതാണ് പഴയ ഓണസ്മൃതികൾ നമുക്ക് തരുന്ന ഗൃഹാതുര ചിത്രങ്ങൾ. ഇന്ന് കഥ മാറി. കേരളത്തിലെ വയലുകളിൽ പഴയതുപോലെ നെൽകൃഷിയില്ല. എന്നാൽ ഗ്രാമീണ വിശുദ്ധി ഇന്നും കാത്തുസൂക്ഷിക്കുന്ന കൊട്ടാരക്കരയ്ക്കടുത്തുള്ള പട്ടാഴി ഗ്രാമം നെൽകൃഷിയുടെ മഹത്വം ഇന്നും മറന്നിട്ടില്ല. തിരുവോണത്തെ വരവേൽക്കാനായി ഇവിടുത്തെ കർഷകർ 3 മാസം മുൻപ് തന്നെ വിരിപ്പ് കൃഷി തുടങ്ങിയിരുന്നു. ജീവാമൃതം ഉപയോഗിച്ചുള്ള ജൈവ കൃഷിയിലൂടെയാണ് നന്ദകുമാരൻ പിള്ള എന്ന കർഷകൻ തന്റെ നെൽകൃഷി പരീക്ഷിച്ചത്. പൊതുവെ ചിങ്ങവെയിൽ ഓണക്കൊയ്ത്തിന് കൂട്ടുണ്ടാവാറുണ്ടെങ്കിലും ഇപ്രാവശ്യം മഴയുടെ അകമ്പടിയോടെയാണ് ഇവിടെ വിളവെടുപ്പ് നടന്നത്. സ്ഥിരമായിട്ട് എത്ര കാലമായിട്ട് നെൽകൃഷി ചെയ്യുന്നുണ്ട്? ഞാനിപ്പം ഈ നിലം എന്ന് പറയുന്നത് ഈ പാടം കുറേ കാലം കൊണ്ട് തരിശായിട്ട് കിടന്നതാണ്. ഇപ്പോൾ ഏതാണ്ട് ഒരു 5 വർഷം കൊണ്ട് ഇപ്പോൾ ഇവിടെ തുടർച്ചയായിട്ട് കൃഷി ചെയ്തു വരുന്നുണ്ട്. അതിൽ ഇപ്പോൾ ഞാൻ ഈ നെൽപ്പാട കർഷക സംഘം എന്ന് പറഞ്ഞൊരു സംഘം രൂപീകരിച്ച് അങ്ങനെ ആൾക്കാരെ കൊണ്ട് കൃഷി ചെയ്യുന്നുണ്ട്. ഇതിപ്പം ഈ ഏലായിൽ നിന്നല്ല, നമ്മുടെ ഈ പട്ടാഴിയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ രീതിയിലുള്ളൊരു കൃഷിയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ജൈവ കൃഷിയാണ് ചെയ്തിരിക്കുന്നത്. കാര്യം യാതൊരു കീടനാശിനിയോ പിന്നെ രാസവളം ഉപയോഗിക്കാത്ത രീതിയിലുള്ള നെൽകൃഷിയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അതാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളതെന്ന് പറയുന്നത്. അത് ഇപ്പോൾ പട്ടാഴിയിലെ ആദ്യമാണ്, ഈ ഗ്രാമത്തിൽ ഏറ്റവും ആദ്യമായിട്ടുള്ളൊരു പുതിയൊരു കൃഷിയാണ് ഇപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത്. അതെന്ന് പറയുന്നത് പിന്നെ പുതിയ രീതിയിൽ. കാര്യം ഞാൻ ഏതാണ്ട് ഒരു 6 മാസങ്ങൾക്ക് മുമ്പോട്ട് ആലപ്പുഴയിൽ ഒരു ക്ലാസ്സിന് പോയി. ഗാന്ധി ഗ്രാമം പരിപാടി പങ്കെടുക്കാൻ. അവിടുത്തെ കൃഷി അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്ന PJ ജോസഫ് എന്ന് പറയുന്ന സാറിൻ്റെ ക്ലാസ്സായിരുന്നു. അദ്ദേഹം പറഞ്ഞ ഇതാണ് ജീവാമൃതം എന്ന് പറയുന്ന ഒരു ജൈവ വളമാണ് ഈ കൃഷി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു 3-4 പ്രാവശ്യം ഒഴിച്ചു. അതല്ലാതെ വേറെ യാതൊരു വളവും ഇത് ഉപയോഗിച്ചിട്ടില്ല. ആ വളം മാത്രം ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ്? ഗുണം എന്ന് വെച്ചാൽ കീടങ്ങൾക്കുള്ള ശല്യം വളരെ കുറഞ്ഞിരിക്കും. ഒന്ന്, കൃഷിക്ക് വളരെയേറെ ലാഭം എന്ന് പറഞ്ഞാൽ നമ്മൾ രാസവളങ്ങൾ യാതൊന്നും മേടിക്കേണ്ട കാര്യം വരുന്നില്ല. ഇതിനകത്ത് പറഞ്ഞാൽ പച്ച ചാണകം, ഗോമൂത്രം, പിന്നെ പയർ, പഴം ഇങ്ങനെയുള്ള മിശ്രിതങ്ങളാണ് ഇതിന് ചേരുന്നത്. മിശ്രിതം എന്ന് പറയുന്നത് 1 ഏക്കറിലേക്ക് 10 കിലോ പിന്നെ പച്ച ചാണകവും അതുപോലെ തന്നെ 7 ലിറ്റർ ഗോമൂത്രവും പിന്നെ ഒരു 2 കിലോ പിന്നെ ഒന്നി ശർക്കരയോ അല്ലെങ്കിൽ വേസ്റ്റായ പഴങ്ങളോ പിന്നെ 1 കിലോ വൻപയർ കുരിപ്പിച്ച് അരച്ചെടുത്തത്. ഇത്രയാണ് ഇതിന് വേണ്ടുന്നത്. പിന്നെ തണലത്തെ മണ്ണ് ഒരു 5 പിടി മണ്ണ്, 200 ലിറ്റർ വെള്ളം, ഇത്രയും കൂടെ ഡയല്യൂട്ട് ചെയ്ത് എടുത്ത് നമ്മൾ കലക്കി 3-ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കിന് ഇത് ശരിയായി കിട്ടും, ജീവാമൃതമാകും. ഇത് നമ്മൾ ഒരു 5-6 ദിവസം വരെ ഉപയോഗിക്കാം. ഇത് നമ്മൾ 1 ലിറ്റർ എടുക്കുകയാണെങ്കിൽ ആ ലിറ്ററിന് 10 ഇരട്ടി വെള്ളം ചേർത്താണ് ഉപയോഗിക്കേണ്ടത്. പക്ഷേ വയലിൽ വെള്ളം ഉണ്ടായതുകൊണ്ട് നമ്മൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അത് തന്നെ നമ്മൾ വയലിൽ കലക്കി ഒഴിച്ചാൽ മതി. അത് നെല്ലിന് തളിക്കുകയും ചെയ്യാം, നെല്ലിന് ചവിട്ടിലൊഴിക്കുകയും ചെയ്യാം. ഇപ്പോൾ ഈ പറഞ്ഞ അളവ് ജീവാമൃതം എത്ര ഏരിയയിൽ ഉപയോഗിക്കാം? ഇത് 1 ഏക്കറിലേക്കാണ് ഉപയോഗിക്കുന്നത്. 1 ഏക്കറിലേക്കാണ് നമ്മൾ 10 കിലോ ചാണകം വെച്ച് ഉപയോഗിക്കുന്നത്. അങ്ങനെ എടുത്ത് ചെയ്താണ് ഈ നെല്ലാണ് ഈ നെല്ലെന്ന് പറയുന്നത്. ഇതെന്ന് വെച്ചാൽ ചാഴിയുടെ ഇതിനകത്ത് വളരെ കുറവാണ്. ഈ ഏലായിൽ ഇപ്പം ആദ്യമായിട്ട് കതിരായതാണ്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ചാഴി വരേണ്ടതാണ്. ഈ ജീവാമൃതം ഉപയോഗിച്ച് ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു. പക്ഷേ ചാഴിയുടെ ശല്യം വളരെയേറെ കുറവായിരുന്നു. ചാഴിക്കും പിന്നെ ഈ ജൈവ ഇതായിട്ടുള്ള മരുന്നാണ് അടിച്ചത്. പാൽക്കായം, കാന്താരി മുളക്, ഗോമൂത്രം ഇതെല്ലാം കൂടെ ചേർത്തുള്ള മിശ്രിതമാണ് ഇതിനടിച്ചത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഔഷധത്തിന് തുല്യമായിട്ടുള്ള
ഒരു നെൽമണിയാണ് ഇതും, ഇതിൻ്റെ കച്ചി ഇതെല്ലാം തന്നെ. ഈ മരുന്ന് ഉപയോഗിച്ചുകൊണ്ട് ജീവാമൃതം ജീവാമൃതം ഉപയോഗിച്ചുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് കാലം കുറവായിട്ട് വല്ല എടുത്തിട്ടുണ്ടോ ഇത് വിളഞ്ഞു വരാൻ? കാലം കുറവായിരുന്ന ഈ സീസൺ ഒരു മഴ കൂടുതലായതുകൊണ്ട് ഏതാണ്ട് ഒരു 10-20 ദിവസത്തിന് വ്യത്യാസമാണ് കൂടുതലായിട്ട്. പിന്നെ വേറെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജീവാമൃതം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കച്ചി പഴുക്കാതെ നിൽക്കുന്നത്. രാസവളം ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഈ കച്ചി മൊത്തം കരിഞ്ഞ് കതിര് ഇതായിരുന്നു. ആ ജീവാമൃതത്തിൻ്റെ ആ എഫക്റ്റ് കൊണ്ടാണ് ഈ നെന്മണി മൊത്തം പഴുത്ത് കഴിഞ്ഞാലും കച്ചി ഇലക്ക് നല്ല പച്ച നിലപ്പ് കാണും. അല്ല, ഇങ്ങനെ പച്ചയ്ക്ക് നിൽക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് ഗുണം? നമുക്ക് ഒരു ദോഷവും വരുന്നില്ല. അല്ല, എന്തെങ്കിലും ഗുണമുണ്ടോ ഇങ്ങനെ? ഗുണം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഈ നെല്ലിന് അത്രയും പവർ ഉണ്ടെന്നുള്ളതാണ് അതിനകത്തെ കാര്യം. ശരി. അതാണ്. അപ്പോൾ ഇപ്പം 1.5 ഏക്കർ സ്ഥലത്തെയാണ് ഇപ്പോൾ ഈ കണ്ടത്. ഇതിന് കൂടുതലായ സ്ഥലത്ത് വേറെ കൃഷി ചെയ്യുന്നുണ്ടോ? അടുത്തതിന് നല്ല രീതിയിൽ കൃഷി ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. കാര്യം ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ജീവാമൃതം ഉപയോഗിക്കുന്നതുകൊണ്ട് ഈ പല കർഷകരും എൻ്റെ അടുത്ത് വന്ന് ഇതിനെപ്പറ്റി ആലോചിക്കുകയും അതനുസരിച്ച് അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അവരെല്ലാവരും ഇത് ചെയ്യാൻ താല്പര്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഞങ്ങളുടെ കൃഷി ഓഫീസർ രാമേന്ദ്രൻ സാറിൻ്റെ സഹായത്തോടു കൂടി ഞാൻ ഒരേക്കർ സ്ഥലത്തേക്ക് എള്ള് കൃഷി ചെയ്തു. നെൽവിളയായിട്ട് എള്ള് കൃഷി ചെയ്ത് വൻ വിജയമായിരുന്നു. അത് നല്ല രീതിയിൽ അത് പിന്നെ ഇവിടുത്തെ കൃഷി ഓഫീസറും മറ്റാൾക്കാരും എല്ലാവരും കൂടെ വന്നാണ് അതൊരു കൊയ്ത്തുത്സവമായിട്ട് തന്നെ ആഘോഷിക്കുകയും അതിന് ഉപയോഗിച്ചത് ജീവാമൃതമാണ്. ജീവാമൃതത്തിന് ഭയങ്കര പവറിലാണ് ജീവാമൃതം കാണിക്കുന്നത്. ഇതിപ്പോൾ കൊയ്ത്ത് നടന്നു കഴിഞ്ഞാൽ അടുത്ത വിളവ് ഉടനെ ഉണ്ടാവും. അടുത്ത വിളവ് ഉടനെ ഉണ്ടാവും. നെൽകൃഷി തന്നെയാണ് നെൽകൃഷി എന്നാ ചെയ്യാൻ തീരുമാനിക്കുന്നത്. ഇവിടെ എന്ത് ഇനം വിത്ത് നെല്ലുകളാണ് ഇവിടെ? പിന്നെ ജ്യോതി, പിന്നെ ഇതിപ്പോൾ 8856 എന്ന് പറയുന്നൊരു ഇനമാണിത്. പിന്നെ ജ്യോതി കൂടുതലായിട്ട് ഇവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ പവിഴം, അത് കൃഷിഭവനിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്ന വിത്ത് ഏത് ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷി ഓഫീസർക്ക് തരും. അതനുസരിച്ച് ഞങ്ങൾ കൃഷി ചെയ്യും. പഞ്ചായത്തിൽ നിന്നും കൃഷിഭവനിൽ നിന്നും സഹായങ്ങളൊക്കെ നൽകുന്നുണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള സഹായങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്? ഞങ്ങൾക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഈ നല്ല വിത്ത് വിളവ് ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള സഹായം പഞ്ചായത്തിൻ്റെ കൃഷിഭവൻ്റെയും പഞ്ചായത്തിൻ്റെയും കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ താലൂക്ക് അടിസ്ഥാനത്തിൽ പിന്നെ കൃഷി ഓഫീസറുടെ സഹായത്തോടുകൂടി അതിനും പ്രോത്സാഹനം സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ട്രോഫിയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ധനസഹായങ്ങളും കിട്ടിയിട്ടുണ്ട്. പഞ്ചായത്തിൽ നിന്ന് ഓരോ കൃഷിക്കും കൃഷിയുടെ ചെലവിൻ്റെ കാശ് കൃഷിഭവനും പഞ്ചായത്തും തരുന്നുണ്ട്. വിത്തും സൗജന്യമായിട്ട് കൃഷിഭവനിയും തരുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും കൃഷിഭവനിൽ നിന്ന് നല്ല രീതിയിലുള്ള സഹായങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ പാടത്തിന് എന്തെങ്കിലും കൃഷിയുടെ എന്തെങ്കിലും നാശങ്ങൾ വന്നു കഴിഞ്ഞാലും നല്ല കൃഷിയുടെ പരിചരണത്തിനും എല്ലാം ഞങ്ങളുടെ കൃഷി ഓഫീസർ ഞങ്ങളെ വളരെയേറെ സഹായിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും ഏറ്റവും നല്ല രീതിയിലുള്ള സഹായങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സഹകരണം കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ കൃഷി ചെയ്യാനൊരു താല്പര്യം ഞങ്ങൾക്കും എൻ്റെ കൂടെയുള്ള ബാക്കി കർഷകർക്കും എല്ലാം ഒരു പ്രയോജനം ഉണ്ടാകുന്ന രീതിയിൽ ഇത് ചെയ്യാൻ ഞങ്ങളെ സഹായിക്കുന്നു. ഇത് എവിടെയാണ് നിങ്ങൾ ഈ നെല്ല് വിൽക്കുന്നത്? നാട്ടിൽ തന്നെ ഇത് വിറ്റ് പോകുന്നത്? ഞാൻ ആദ്യം ഇതുപോലെ നെല്ല് വളരെ കൂടുതലായിട്ട് ഏതാണ്ട് ഒരു 5 ഹെക്ടർ സ്ഥലത്ത് ഞങ്ങളൊരു കൂട്ടായ്മയോട് കൃഷി ചെയ്ത നെല്ല് ഇവർക്ക് തന്നെ കൊടുത്തിയത്, സർക്കാരിന് തന്നെ കൊടുത്തിയത്. സർക്കാർ ആ നെല്ല് ഏറ്റെടുത്ത് പിന്നെ അതിൻ്റെ പൈസ സർക്കാർ തന്നെ തന്നു. അത് നമുക്ക് ലാഭകരമാണോ? ലാഭകരമായിരുന്നു അന്ന്. അതിനുശേഷം പിന്നെ നമ്മുടെ ഈ അടുത്ത പ്രദേശങ്ങളിൽ പിന്നെ നമുക്കുള്ള ഉപയോഗത്തിനായിട്ടും ഒക്കെ ഉപയോഗിക്കാറ്. ഈ കാലാവസ്ഥ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? കാലാവസ്ഥ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതീക്ഷിക്കാത്ത ഒരു കാലമാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഈ കൃഷി ചെയ്യുന്നതിനും എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ നമ്മൾ കാലാവസ്ഥയ്ക്കനുസരിച്ച് പ്രകൃതിക്കനുസരിച്ചും കർഷകൻ കൃഷി ചെയ്യുകയാണെങ്കിൽ കർഷകൻ അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ കിട്ടുമെന്നുള്ളതാണ്. പട്ടാഴിയിലെ ജൈവസമ്പത്തുള്ള മണ്ണിൽ എന്തും വിളയുമെന്നാണ് കൃഷി ഓഫീസറുടെ അഭിപ്രായം. വെറും 3 മാസം കൊണ്ട് വിളവ് നേടാവുന്ന കൃഷിയാണ് നെൽകൃഷി. 1 ഹെക്ടറിന് 22,000 രൂപയോളം കർഷകന് ചെലവ് വരുമ്പോൾ അതിൽ 20,000 രൂപയും കൃഷിഭവനും ത്രിതല പഞ്ചായത്തും കൂടി കർഷകന് നൽകുന്നു. ഇവിടുത്തെ ഒരു ഭൂപ്രകൃതി ഇപ്പം ചെയ്യുന്ന കൃഷിക്ക് അനുസരിച്ചുള്ള പ്രകൃതി തന്നെയാണോ അവിടെ? തീർച്ചയായിട്ടും നല്ലതാണ് സാറേ. ഇവിടെ യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ പട്ടാഴി ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഒരു ജൈവ സമ്പത്തുള്ള മണ്ണാണ്. മാത്രമല്ല ഇതിൻ്റെ അങ്ങേ ഭാഗത്തു കൂടെ 2 പഞ്ചായത്ത്, ഒരു പഞ്ചായത്തായിരുന്നു, ഇപ്പോൾ അത് 2ആയിട്ട് മാറി, പട്ടാഴി വടക്കേക്കരയും പട്ടാഴി തെക്കേക്കരയും. ഈ പഞ്ചായത്തിൻ്റെ സെൻട്രൽ കൂടെ കല്ലടയാർ ഒഴുകി പോവുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ കല്ലടയാർ ഒഴുകിപ്പോകുന്നത് മാത്രമല്ല, ഈ പഞ്ചായത്ത് ചില സ്ഥലങ്ങളിൽ കുന്നായിട്ട് കിടക്കുന്നു, മറ്റ് പ്രദേശങ്ങളിലായിട്ട് 6 പാടശേഖരങ്ങളുണ്ട്. അപ്പോൾ ഈ 6 പാടശേഖരങ്ങളിലും സൈഡുകളിൽ കൂടെ തോടുകളും ചെറിയ അരുവികളും മറ്റ് കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കാലവർഷത്തിൽ ലഭിക്കുന്ന ഈ വെള്ളം നമ്മൾ അത് വേണ്ട രീതിയിൽ അത് തടഞ്ഞു നിർത്തി അതിന് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താൻ ഇവിടെ യഥാർത്ഥത്തിൽ എന്ത് വിള വേണമെങ്കിലും കൃഷി ചെയ്യാൻ പറ്റിയ ജൈവ സമ്പത്തുള്ള ഒരു ജൈവ മണ്ഡലമുള്ള ഒരു പഞ്ചായത്താണ് പട്ടാഴി ഗ്രാമപഞ്ചായത്ത്. ഇവിടുത്തെ നെൽകൃഷിയെ കൂടുതൽ പ്രൊജക്റ്റ് ചെയ്ത് പറഞ്ഞാലും നമ്മൾ ആളുകൾ കൂടുതൽ വർഷങ്ങളായിട്ട് സ്ഥിരമായിട്ട് നെൽകൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അവർക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ നിന്നും ഒക്കെ ഉള്ള സഹായങ്ങൾ എങ്ങനെയാണ്? സാറേ, നെൽകൃഷി നഷ്ടമാണെന്ന് പറഞ്ഞാൽ ഇന്നത്തെ സാഹചര്യത്തിൽ അതിന് ഒറ്റ വാക്കി പറഞ്ഞാൽ ബ്ലേഡിന് പലിശ കൊടുക്കുന്നതിനൊക്കെ ലാഭമാണ് നെൽകൃഷി. റബ്ബർ നട്ട് കഴിഞ്ഞാൽ റബ്ബറിനെ നോക്കി 9 കൊല്ലം കഴിഞ്ഞിട്ടാണ് ആദായം കിട്ടുന്നത്. ഇത് നമ്മൾ പൂട്ടി നിലം തയ്യാറാക്കിയിട്ട് വിത്ത് വാരിയിട്ട് കഴിഞ്ഞാൽ 90-ൻ്റെ അന്നോ 120-ൻ്റെ അന്നോ 120 ദിവസം കഴിയുമ്പോൾ ഒരുമിച്ച് വിളവ് കിട്ടുന്ന, ഒരുമിച്ച് ആദായം കിട്ടുന്ന ഒരു കൃഷിയും മറ്റൊരു കൃഷിയും ഇല്ല. മാത്രമല്ല, ഇപ്പോഴത്തെ സംവിധാനം അനുസരിച്ച് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ, അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ പദ്ധതികളോട് കൂട്ടിയോജിപ്പിച്ചാൽ ഒരു കർഷകന് വിവിധ തരത്തിലുള്ള ആനുകൂല്യമായിട്ട് നമുക്ക് 20,000 രൂപ അവർക്ക് ധനസഹായം കൊടുക്കാം. ഞാൻ യഥാർത്ഥത്തിൽ കൃഷി ചെലവ് തുടക്കം മുതൽ ഒടുക്കം വരെ ഞാൻ ഇതിനെക്കുറിച്ച് എഴുതിയിടുകയും പ്രബുദ്ധരായ കർഷകരുമായിട്ട് ആലോചിച്ച് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ പരമാവധി 22,000 രൂപ മാത്രമേ അവർക്ക് ചിലവാകുന്നുള്ളൂ. അപ്പോൾ അതിൽ 20,000-ൽ പരം രൂപ നമ്മൾ കൊടുത്തു കഴിയുന്നു. പിന്നെ അവർക്ക് 2,500 രൂപയുള്ള അധ്വാനിക്കാൻ ഐഷ ബീവിയെ പോലുള്ള ആളുകൾ, നന്ദൻ ചേട്ടനെ പോലുള്ള ആളുകളാണെങ്കിൽ അധ്വാന ഭാരം കൂടെ ആയിക്കഴിഞ്ഞാൽ കൃഷി ചെലവ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇതിൻ്റെ വിളവെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കാഞ്ചന 4,800 കിലോ വിത്ത് വിളവ് 1 ഹെക്ടറിൽ ഉൽപ്പാദിപ്പിച്ചു. ആ ഹെക്ടറിൽ ഉൽപ്പാദിപ്പിച്ച വിത്ത് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ 17 രൂപ വെച്ചെടുത്തു. അതുപോലെ തന്നെ 1 ഹെക്ടറിൽ നിന്ന് 40 കെട്ട് കച്ചി കിട്ടി. ആ കച്ചികളാണെന്നുണ്ടെങ്കിൽ ഫാമിൽ വെച്ച് തന്നെ ഒരു കെട്ട് കച്ചിക്ക് 600 രൂപ വെച്ച് കർഷകർ കൊടുത്തു, ഫാമിൽ നിന്ന് തന്നെ കൊടുത്തു. അപ്പം 4,800 ഗുണം 17 വെച്ച് മാഡം ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയട്ടെ, 1 ലക്ഷം രൂപയുടെ വരവ് കിട്ടുന്ന, 1 ഹെക്ടറിൽ നിന്ന് 1 ലക്ഷം രൂപയുടെ വരവ് കിട്ടുന്ന ഒരു വിളയാണ് യഥാർത്ഥത്തിൽ ഇത്. മാത്രമാണോ ഇതിനകത്തൊരു ജൈവ സമ്പത്തുള്ള കൃഷിയാണ്. നെൽകൃഷിയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം എന്ന് പറഞ്ഞതൊരു കൂട്ടായ്മയുടെ കൃഷിയാണ് സാറേ. ഇതൊരു പങ്കുവെക്കലിൻ്റെ കൃഷിയാണ്. ഇത് യഥാർത്ഥത്തിൽ ഈ നെൽകൃഷി ചെയ്യുന്ന സമയത്ത് ഇത്രയും സ്ഥലത്ത്, ഒരേ സ്ഥലത്തിൽ 1 ഏക്കർ സ്ഥലത്ത് 5000 സ്ക്വയർ മീറ്റർ വെള്ളം കെട്ടി നിൽക്കുന്നെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും വെള്ളം കെട്ടി നിന്നാൽ ഈ പ്രദേശത്തെ അത്രയും ഭൂഗർഭജലം ഉയരുന്നു. അതിലുപരിയായിട്ട് യഥാർത്ഥത്തിൽ ഒരു പങ്കുവെക്കലിൻ്റെ കൃഷി എന്ന് പറഞ്ഞാൽ ഇത് പങ്കുവെച്ച് കഴിഞ്ഞാൽ എത്രയോ വയറിന് അന്നമായിട്ട് മാറുകയാണ്. നാളെ മുതൽ കന്നുകാലികൾക്ക് അന്നമാകുന്നു. മാത്രമല്ല സാറേ, ഇതിൻ്റെ ഇടയിൽ തവള മുതൽ മാക്രി മുതൽ നീർക്കോലി മുതൽ ഈ പ്രകൃതിക്ക് വേണ്ടുന്ന എല്ലാ ജീവജാലങ്ങളും ഇതിനകത്ത് കുടികൊള്ളുന്നു. നാളെ ഇതിനകത്ത് നിന്ന് കന്നുകാലികൾ മേയുന്നു, അതോടൊപ്പം തന്നെ കൊക്കുകൾ മേയുന്നു, കാക്കകൾ മേയുന്നു. ഇതൊരു പ്രകൃതി സമ്പത്ത് സൂക്ഷിക്കുവാൻ ഇന്ന് യഥാർത്ഥത്തിൽ നെൽകൃഷി അല്ലാതെ ഒരു കൃഷിയുമില്ല. ഇത് യഥാർത്ഥത്തിൽ പങ്കുവെക്കലിൻ്റെ കൃഷിയാണ്, അന്നത്തിൻ്റെ കൃഷിയാണ്, അന്നം പോറ്റുന്നതിൻ്റെ കൃഷിയാണ്. ഈ നമ്മുടെ പ്രകൃതിയുടെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൻ്റെ ആരോഗ്യ മേഖല നിലനിർത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കൃഷി തന്നെയാണ്. ഇത് യഥാർത്ഥത്തിൽ ഒരുമിച്ച് ആദായം കിട്ടുന്നു. ഇതിപ്പോൾ യഥാർത്ഥത്തിൽ നന്ദൻപിള്ള ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോൾ നാളെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഒരുമിച്ച് നന്ദൻപിള്ള ചേട്ടൻ ആദായം കിട്ടുന്നു. വാഴ ചെയ്യാൻ കിട്ടുമോ സാറേ? റബ്ബർ ചെയ്താൽ കിട്ടുമോ? തെങ്ങ് ചെയ്താൽ കിട്ടുമോ? പച്ചക്കറി ചെയ്താൽ കിട്ടുമോ? അതുകൊണ്ടാണ് ഇത് യഥാർത്ഥത്തിൽ ഞാൻ ഈ നെൽകൃഷിക്ക് പ്രോത്സാഹിപ്പിക്കുകയും ഇവിടുത്തെ 6 പാടശേഖര സമിതിയുടെ പ്രവർത്തകരാണെങ്കിൽ അത് നന്നായിട്ട് ഉൾക്കൊള്ളുകയും അവർ കൃഷി ചെയ്തില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും മഴ പെയ്യുമ്പോഴേ അവരെന്നെ വിളിക്കും, സാറേ എന്നാ വിത്ത് വരുന്നതെന്ന് ചോദിക്കും. ഞാൻ അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുക്കും. പട്ടാഴി പഞ്ചായത്ത് പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്നാണ് ഈ വിളവെടുപ്പുത്സവം ആഘോഷിച്ചത്. എല്ലാവരും ചേർന്ന് നെല്ല് കൊയ്യുകയും കറ്റ ചുമക്കുകയും ചെയ്തു. എളംകുളം ഏല എന്നറിയപ്പെടുന്ന ഈ പാടശേഖരത്തിൽ ഏതാണ്ട് 25 ഏക്കറിൽ ഇപ്പോൾ നെൽകൃഷിയുണ്ട്. അപ്പോൾ ഈ വാർഡിലെ മൊത്തത്തിലുള്ള കൃഷിയെക്കുറിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ എന്താണ് അഭിപ്രായം? മൊത്തത്തിലുള്ള കൃഷി എന്ന് വെച്ചാൽ ഈ വാർഡെന്നല്ല, പഞ്ചായത്ത് മൊത്തത്തിൽ നെൽകൃഷിയിലായാലും പച്ചക്കറി കൃഷിയിലായാലും എല്ലാം ഒന്നാം തന്നെ നല്ല രീതിയിൽ എന്ന് വെച്ചാൽ ഇവിടുത്തെ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ നമ്മുടെ പഞ്ചായത്തിൻ്റെ കൃഷി ഓഫീസിൽ എന്ത് കാര്യം പറഞ്ഞാലും അത് ആപ്പടി ചെയ്യാനുള്ളൊരു ഉത്തരവാദിത്വവും ഒരു ഉത്സാഹവുമാണ് ഇവിടുത്തെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ നമ്മുടെ പഞ്ചായത്ത് അതിൻ്റേതായിട്ടൊരു പ്രോജക്റ്റ് വെച്ചാൽ തന്നെ ആ പ്രോജക്റ്റുകൾ അവർ തന്നെ ഇങ്ങോട്ട് വന്നിട്ട് നമുക്ക് ഇന്നത് ചെയ്യണം എന്നുള്ളത് വയ്ക്കുകയും ഞങ്ങൾ അതനുസരിച്ച് പ്രോജക്റ്റുകൾ വയ്ക്കുകയും ആ കാര്യങ്ങൾക്ക് മുൻതൂക്കം നൽകണം. എന്ന് വെച്ചാൽ ഇപ്പം ഈ നെൽകൃഷി ചെയ്ത വ്യക്തി തന്നെ കഴിഞ്ഞ പ്രാവശ്യം ആണെങ്കിൽ നമ്മുടെ എള്ള് കൃഷി തന്നെ ചെയ്ത് അങ്ങനെ ഒരു പരീക്ഷണം നല്ല ഒരു വിജയത്തിൽ എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടുത്തെ കർഷകരെ സംബന്ധിച്ചിടത്തോളം
സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു ഉത്സാഹത്തോട് എന്ന് വെച്ചാൽ സാധാരണ ഈ ആൾക്കാരെന്ന് വെച്ചാൽ കൃഷി രംഗത്ത് മുന്നോട്ട് നിൽക്കുമായിരുന്നു. അതിൽ നിന്നല്ല ഇപ്പം ഇവിടുത്തെ കൃഷി ഓഫീസിൻ്റെ ആയാലും പഞ്ചായത്ത് ഭരണസമിതിയുടെയൊക്കെ ഒരു മേൽനോട്ടത്തിൻ്റെ ഫലമായിട്ട് എല്ലാ ആൾക്കാരും മുന്നോട്ട് വരികയും നല്ല രീതിയിലുള്ള കൃഷികൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ധൈര്യം അവർക്കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പട്ടാഴി ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും നെൽകൃഷിക്കായി കർഷകരെ പരമാവധി സഹായിക്കാറുണ്ട്. തരിശായി കിടക്കുന്ന വയലുകളെല്ലാം കൃഷി സമൃദ്ധമാക്കാനുള്ള പ്രയത്നത്തിലാണ് ഇപ്പോൾ പഞ്ചായത്ത് ഭരണസമിതി. ഇപ്പോൾ ഇവിടെ എത്ര സ്ഥലത്താണ് നെൽകൃഷി വരുന്നത്? 10 ഹെക്ടർ 10 ഹെക്ടർ ചെയ്തു വരുന്നു. ഈ ഏലായിൽ ഈ പട്ടാഴി കൃഷിഭവന്റെ പരിധിയിൽ വരുന്ന അതായത് ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ തരിച്ച് കിടക്കുന്ന മുഴുവൻ തരിശായിട്ട് കിടക്കുന്ന ഭൂമികൾ മുഴുവൻ നെല്ല് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നമ്മുടെ കൃഷിഭവൻ്റെ നേതൃത്വത്തിൽ അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നെൽകൃഷിയെ കൂടുതലായിട്ടും പരിപോഷിപ്പിക്കുന്ന ഒരു രംഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ബ്ലോക്ക് തലത്തിൽ എന്തൊക്കെ സഹായങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കും? ബ്ലോക്ക് തലത്തിൽ പിന്നെ വിത്തും വളവും അതുപോലെ തന്നെ പൂട്ടുകൂലി, പിന്നെ ട്രില്ലർ, നെൽകൃഷിക്ക് പിന്നെ കൊയ്ത്ത് യന്ത്രങ്ങൾ. അപ്പം ഇപ്പോൾ ഇവിടെ ഒരു പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസായിക്കൊണ്ട് പിറവന്തൂർ പഞ്ചായത്തിലൊരു അഗ്രോ സർവീസ് സെൻ്റർ തുടങ്ങിയിട്ടുണ്ട്. അപ്പം കൃഷിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഞങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞില്ല, ഉടൻ തന്നെ അതിൻ്റെ ഉദ്ഘാടനം നടന്നു കഴിയുമ്പോഴത്തേക്ക് എല്ലാ സേവനങ്ങളും ഇവിടെ ലഭ്യമാകും. നെൽകൃഷിയെ പ്രോത്സാഹിപ്പിക്കാനായി സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ഇന്ന് ധാരാളം പദ്ധതികൾ നടപ്പാക്കി വരുന്നുണ്ട്. ഇത്തരം സ്കീമുകൾ പ്രയോജനപ്പെടുത്തിയാൽ നെൽകർഷകർക്ക് തീർച്ചയായും ലാഭകരമായി തന്നെ നെൽകൃഷി നടത്തിക്കൊണ്ടു പോകാനാവുമെന്നാണ് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അപ്പോൾ ഈ നെൽകൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ നിന്ന് എന്തൊക്കെ ചെയ്യുന്നുണ്ട്? ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചറിനൊരു സ്കീമുണ്ട്, പിന്നെ RKVY എന്ന് പറഞ്ഞ സ്കീമുണ്ട്. അപ്പോൾ അതിലെല്ലാം നമ്മൾ സബ്സിഡികൾ കൊടുക്കുന്നുണ്ട്. അപ്പം സസ്റ്റൈനബിളിൽ 3000 രൂപ ഒരു ഹെക്ടറിന്, RKVYയിൽ 1500 രൂപ. പിന്നെ ഇപ്പോൾ ഈ പ്ലോട്ടാണെങ്കിലും ആത്മ ഡെമോൺസ്ട്രേഷൻ പ്ലോട്ട് എന്നും പറഞ്ഞ് ഇൻഷുർ ചെയ്തിട്ടുണ്ട്, അതിൽപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിനാണെങ്കിൽ 4000 രൂപ ഒരു ഏക്കറിന് നമ്മൾ കൊടുക്കും. പിന്നെ ഇതുകൂടാതെ നമ്മുടെ പാഡി ഇൻഷുറൻസ് ഇതെല്ലാം കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ മിനിമം ഏരിയ ഇത്ര ഉണ്ടാവണമെന്നുണ്ടല്ലേ? ഒരേക്കറാണോ? ഡെമോൺസ്ട്രേഷൻ ഒരേക്കർ. അല്ലാതെ കൃഷി ചെയ്യുന്ന കർഷകർക്ക് അല്ല, എത്ര സെൻറ്റ് ആണെങ്കിലും കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് പദ്ധതിയുണ്ട്. ഇവിടെ കരനെൽ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഉണ്ട്. ഇവിടെ ഈ പട്ടാഴി പഞ്ചായത്തിലും 4 ഹെക്ടർ ചെയ്യുന്നുണ്ട് അപ്ലാൻഡ്. എവിടെയാണ് ചെയ്യുന്നത്? പട്ടാഴി പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിലായിട്ട് അത് കരനെൽ കൃഷിയാണ് ചെയ്യുന്നുണ്ട്. ഇവിടെ 7500 രൂപയുണ്ട് ഒരു ഹെക്ടറിന് സബ്സിഡി. അപ്പോൾ ഈ എന്തൊക്കെ വിത്തിനങ്ങളാണ് ഇവിടെ കൂടുതലായിട്ടും കൃഷി ചെയ്ത് വരുന്നത്? ഇവിടെ ജ്യോതി, മകരം, പിന്നെ 8856 കർഷകരുടെ ഇടയിൽ ലഭ്യമായിട്ടുള്ളതൊക്കെ അവർ ലോക്കലായിട്ട് ചെയ്യും. അല്ല, വിത്തും വളവും നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് പഞ്ചായത്ത് സ്കീമിൽ ഇത് കൂടാതെ പഞ്ചായത്തിൻ്റെ പദ്ധതിയിലും കൊടുക്കുന്നുണ്ട്. അത് വിത്തും വളവും കൊടുക്കും. 1.5 ഏക്കർ പാടത്ത് ജൈവ രീതിയിലുള്ള കൃഷി വിജയമായി തീർന്നതിന് നന്ദകുമാരൻ പിള്ളയോടൊപ്പം സുമതി, ബിന്ദു എന്ന 2 യുവ കർഷക തൊഴിലാളികളുടെ സേവനമുണ്ടായിരുന്നു. വയൽ കൃഷിയിൽ മുൻപരിചയം തീരെയില്ലായിരുന്ന ഇവർക്ക് നെൽകൃഷി ചെയ്തു തുടങ്ങിയപ്പോൾ മണ്ണിൽ പണിയെടുക്കുന്നതിന്റെ മഹത്വം ബോധ്യമായി. അപ്പോൾ ഇവിടെ വിത്ത് ഇട്ടപ്പം തൊട്ടുള്ള ഒരു കൃഷി രീതി ഒന്ന് പറയാമോ? വിത്ത് നടിയിലായിരുന്നു. പിന്നെ ഈ കരവിത്താട്ട് കോരിയിട്ടായിരുന്നു വിതച്ച് അത് നട്ട് ആൾക്കാരെയും കൂടെ ഞങ്ങളുടെ കൂട്ടത്തിൽ വേറെ ആൾക്കാരെയും കൂടെ വിളിച്ച് നടിയിച്ച് പിന്നെ ജൈവവള കൃഷിയും വളങ്ങളൊക്കെ ചെയ്തു. വളക്കൂട് സാറ് പറഞ്ഞു തന്നു, അതനുസരിച്ച് ഞങ്ങൾ ചെയ്തു. പിന്നെ സ്പ്രേ അടിക്കുകയോ അല്ല വെള്ളം ചേറിയൊക്കെ ചെയ്തു. കളയെടുത്തു. ജൈവവളം ഉപയോഗിച്ചു എന്ന് പറഞ്ഞു, അത് നിങ്ങൾ ആണ് സ്പ്രേ ചെയ്തത്? പിന്നെ കള പറിച്ചു. പിന്നെ ജപ്പാൻ നടിയിലായിരുന്നു, കയറ് പിടിച്ച് നടുവായിരുന്നു. ഇങ്ങനെ ലൈനായിട്ട് അതെങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ അറിയാം? എല്ലാം അറിയാം. അപ്പോൾ നിങ്ങൾ ഈ പാടത്തിൽ മാത്രമേ ജോലി ചെയ്യുന്നുള്ളൂ, അതോ മറ്റു പാടങ്ങളിൽ നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടോ? ഞങ്ങൾ പിന്നെ വേറൊരാൾക്ക് ഇങ്ങനെ ജോലി ചെയ്യുന്നുണ്ട്. ഇതിൽ ഐഷാവുമായിട്ട് പോകും. പോകുന്നുണ്ട്. പോകും. നിങ്ങൾ എത്ര കാലമായി ഈ പാടത്തേക്ക് ഇറങ്ങിയിട്ട്? ഞങ്ങൾ കഴിഞ്ഞ വർഷം മുതൽ സാറിൻ്റെ കൂടെ ഇങ്ങനെ കൃഷിയുടെ ഇതിനായിട്ട് ഇങ്ങനെ ഇറങ്ങി. അപ്പോൾ സാർ ഞങ്ങൾക്ക് നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നു. അപ്പോൾ അതേക്കുറിച്ചൊക്കെ അറിയാം. സാറിൻ്റെ കൂടെ നിന്നതൊക്കെ പഠിച്ച് ഞങ്ങൾ കല്യാണം
നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 2 ഗവേഷണ പദ്ധതികൾക്ക് റബ്ബർ ബോർഡും ഇന്ത്യൻ റബ്ബർ ഗവേഷണ കേന്ദ്രവും തമ്മിൽ ധാരണ. ക്ഷീര കർഷക പരിശീലന പരിപാടി അടുത്ത ബാച്ച് ഒക്ടോബർ 23-ന്. വിശദമായ വാർത്തകളിലേക്ക്. ഇന്ത്യൻ റബ്ബർ ഗവേഷണ കേന്ദ്രത്തിന്റെ പുതിയ 2 ഗവേഷണ പദ്ധതികൾക്കുള്ള ധാരണാപത്രങ്ങളിൽ റബ്ബർ ബോർഡ് ഒപ്പുവെച്ചു. റബ്ബറിന്റെ മുഴുവൻ ജീനോമുകളുടെ ഡിനോവ സീക്വൻസിംഗ്, അസംബ്ലി, അനോട്ടേഷൻ തുടങ്ങിയവ നടത്തുന്നതിന് ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ആദ്യത്തെ പദ്ധതി. ഉൽപാദനക്ഷമത, രോഗപ്രതിരോധം, തടിയുടെ ലഭ്യത, പ്രതികൂല കാലാവസ്ഥയെ അതിജീവിക്കുന്നതിനുള്ള കഴിവ് എന്നിവയുമായി ബന്ധപ്പെട്ട ജീനുകളുടെയും മോളിക്കുലർ മാർക്കറുകളുടെയും ഒരു സമ്പൂർണ്ണ വിവരശേഖരം ലഭ്യമാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ഉദ്ദേശ്യം. പരമ്പരാഗത പ്രജനന രീതികളിലൂടെ ജനിതക മേന്മ നേടിയെടുക്കുകയെന്നത് കാലതാമസമുള്ളതും ദുഷ്കരവുമായ പ്രക്രിയയാണ്. സമ്പൂർണ്ണമായ ഒരു ജനിതക വിവരശേഖരം ലഭ്യമാക്കുക വഴി ഈ മേഖലയിലെ ഗവേഷണ പ്രവർത്തനങ്ങളിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയും. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻ ഡിഫൻസ് ഷിപ്പ് ബിൽഡിംഗുമായി സഹകരിച്ചുള്ളതാണ് രണ്ടാമത്തെ പദ്ധതി. കോട്ടയം പൂഞ്ഞാർ വള്ളത്തൂക്ക് കൃഷിഭവന്റെ പരിധിയിലുള്ള കർഷകർ പച്ചക്കറി, ജാതി, കൊക്കോ, ഇഞ്ചി, കുരുമുളക് വിസ്തൃതി വ്യാപന പദ്ധതികളിലേക്കുള്ള അപേക്ഷകൾ ഈ മാസം 25-നകം നൽകണം. കൃഷി ഓഫീസർ അറിയിച്ചതാണ് ഇക്കാര്യം. അച്ചാറിടാനും പിഴിഞ്ഞുകുടിക്കാനും ഉപയോഗിക്കാവുന്ന ഒടിച്ചുകുത്തി നാരകത്തിന്റെ തൈകൾ കേരള കാർഷിക സർവകലാശാലയുടെ വെള്ളാനിക്കര സെൻട്രൽ നഴ്സറിയിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0487 2438 622. പുതിയ ഡയറി ഫാമുകൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് മിൽമ ട്രെയിനിംഗ് സെന്റർ നടത്തിവരുന്ന ക്ഷീര കർഷക പരിശീലന പരിപാടിയുടെ അടുത്ത ബാച്ച് ഒക്ടോബർ 23-ന് ആരംഭിക്കും. താൽപ്പര്യമുള്ളവർ ഒക്ടോബർ 19-ാം തീയതിക്ക് മുമ്പ് തൃശൂർ രാമപുരത്തുള്ള മിൽമ ട്രെയിനിംഗ് സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്യണം. 4 ദിവസം നീളുന്നതാണ് പരിശീലനം. പരിശീലന ഫീസിൽ താമസം, ഭക്ഷണം, ക്ലാസുകൾ, പഠന സാമഗ്രികൾ, ഫാം സന്ദർശനം എന്നിവ ഉൾപ്പെടുന്നു. രജിസ്ട്രേഷനും മറ്റും വിവരങ്ങൾക്കും ഇനി പറയുന്ന അഡ്രസ്സിലോ ഫോൺ നമ്പറിലോ ബന്ധപ്പെടുക. പ്രിൻസിപ്പൽ IC KCMMF ലിമിറ്റഡ്, മിൽമ ട്രെയിനിംഗ് സെന്റർ, രാമവർമ്മപുരം PO, തൃശൂർ 680631. ഫോൺ 0487 2695 869. കുരുമുളകിന്റെ സാവധാന വാട്ടം തടയാൻ ഉപകരിക്കുന്ന മിത്ര ബാക്ടീരിയയാണ് പോച്ചോണിയ ക്ലാമിഡോസ്പോറിയ. കൊടി 1-ന് 50 ഗ്രാം തോതിൽ ജൈവവളത്തിൽ ചേർത്താണ് നൽകേണ്ടത്. മിത്ര ബാക്ടീരിയയായ പോച്ചോണിയ IISR കോഴിക്കോട് ചെലവൂരിലുള്ള ക്യാമ്പസിൽ ലഭ്യമാണ്. വില കിലോയ്ക്ക് 75 രൂപ. വിശദ വിവരങ്ങൾക്ക് 0495 273 1410 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കന്നുകാലികൾക്ക് നൽകാൻ തയ്യാറാക്കിയിട്ടുള്ള സമ്പൂർണ്ണാഹാരമായ സമ്പുഷ്ടീകരിച്ച വൈക്കോൽ കട്ട, പെലറ്റ് രൂപത്തിലുള്ള സമീകൃത ആടുതീറ്റ എന്നിവ വിപണിയിൽ. പൊതുമേഖലാ സ്ഥാപനമായ കേരള ഫീഡ്സ് ആണ് തീറ്റ വിപണിയിലിറക്കുന്നത്. പോഷകാഹാരക്കുറവ് നികത്താനും ഗർഭധാരണം വേഗത്തിലാക്കാനും പ്രസവാനന്തര പരിരക്ഷ ഉറപ്പാക്കുന്നതുമാണ് ഈ തീറ്റ. ആടിന് പ്രത്യേക തീറ്റ എന്ന ആട് വളർത്തലുകാരുടെ നിരന്തര ആവശ്യത്തെ തുടർന്നാണ് ഇത് വിപണിയിലിറക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447 242240. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 28.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 29.1, 24.4. കൊച്ചി 29.6, 23.4. ആലപ്പുഴ 28.9, 24.4. പുനലൂർ 27.4, 22.2. തിരുവനന്തപുരം 30.2, 23.5. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. ഏവർക്കും ഓണാശംസകൾ.